നിലപാടാവർത്തിച്ച് എ പത്മകുമാർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. എന്തായാലും CPM സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഉയരുന്ന ഇത്തരം വിമർശനങ്ങൾക്ക് കൂടുതൽ കരുത്താർജിക്കുന്നതാണ്. കൂടുതൽ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. മിഥുൻ മുരളി ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. മിഥുൻ, കഴിഞ്ഞ ദിവസം എ പത്മകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അതൃപ്തി പരസ്യമാക്കിയത്. തുടർന്ന് അദ്ദേഹം പല മാധ്യമങ്ങൾക്കും നൽകിയ പ്രതികരണത്തിൽ അതൃപ്തി വ്യക്തമാക്കി തന്നെ പറയുകയുണ്ടായി. ഇപ്പോഴും ആ നിലപാട് തന്നെയാണ്, നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് CPM നേതാവായ പത്മകുമാർ വ്യക്തമാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. നീതീകരിക്കപ്പെടുന്ന രീതിയിലല്ല സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അതിൽ ഒരു നീതികേടുണ്ട്. അതാണ് താൻ പരസ്യമായി അതൃപ്തി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരസ്യ അതൃപ്തി രേഖപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ഈ നീതീകരിക്കാനാകാത്ത സ്ഥാനമാനങ്ങൾ പ്രത്യേക ആളുകൾക്ക് നൽകുന്നതിലെ ആ ശരികേട് തുറന്നു കാണിച്ചതിലുള്ള ആ നിലപാട് ഇപ്പോഴും തുടരുകയാണ് എന്ന് തന്നെയാണ് എ പത്മകുമാർ വ്യക്തമാക്കുന്നത്. AK ബാലന് മറുപടിയും നൽകുന്നുണ്ട്. പൊതുപ്രവർത്തകർക്ക് പൊതുപ്രവർത്തനം നടത്താൻ സ്ഥാനമാനങ്ങൾ ആവശ്യമില്ല. എടുത്താൽ പൊങ്ങാത്ത സ്ഥാനമാനങ്ങൾ കൊക്കിൽ ഒതുങ്ങുന്നതിലധികം ആളുകൾക്ക് നൽകിയിട്ടുണ്ട് തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു AK ബാലൻ നടത്തിയത്. ഇതിന് കൃത്യമായി തന്നെ എ പത്മകുമാർ AK ബാലന് മറുപടി നൽകുന്നു. തന്റെ നിലപാട് എന്താണ് എന്നുള്ളത് AK ബാലൻ തെറ്റിദ്ധരിച്ചതാണ്. താൻ നീതികരമല്ലാത്ത രീതിയിൽ പാർട്ടി പ്രവർത്തിക്കുന്നതിനെതിരെയാണ് പ്രതികരിച്ചത്, പരസ്യ നിലപാട് വ്യക്തമാക്കിയത്. അത് AK ബാലൻ തെറ്റിദ്ധരിക്കുകയാണ് ഉണ്ടായത്. എടുത്തൽ പൊങ്ങാത്ത സ്ഥാനങ്ങൾ തനിക്ക് തന്നിട്ടുണ്ട് എന്നാണ് AK ബാലൻ പ്രതികരിച്ചത്. അത് അങ്ങനെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ കരുതട്ടെ. പക്ഷേ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയത്. തന്റെ പ്രതികരണം, തന്റെ വിമർശനം അത് പാർട്ടിയിലെ നീതികേടിനെതിരെയായിരുന്നു. ആ വിമർശനം ഇപ്പോഴും തുടരുകയാണ്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും തനിക്കുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. രാജു എബ്രഹാം, പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി എന്ന് വ്യക്തമാക്കിയത് ഉടൻ തന്നെ ഇദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടാകും. ജില്ലാ കമ്മിറ്റി വിഷയം പരിശോധിക്കും. എന്തുകൊണ്ടാണ് പരസ്യ പ്രതിഷേധവുമായി എ പത്മകുമാർ രംഗത്ത് വന്നത് എന്ന് തനിക്ക് അറിയില്ല. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അദ്ദേഹം ഉൾപ്പെടുത്താത്തതടക്കമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പരസ്യ പ്രതിഷേധമായി അദ്ദേഹം രംഗത്ത് പൊതു സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്, ഏത് രീതിയിൽ, എന്തുകൊണ്ടാണ് എന്നതിനെപ്പറ്റി തനിക്ക് വ്യക്തതയില്ല. അതെല്ലാം പരിശോധിക്കുമെന്നുള്ള കാര്യമായിരുന്നു രാജു എബ്രഹാം പറഞ്ഞത്. ഒപ്പം വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പ്രത്യേക ക്ഷണിതാവാക്കിയതിനെതിരെ വിമർശനമാണ് ഈ എ പത്മകുമാർ ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ അതിനെ രാജു എബ്രഹാം ന്യായീകരിക്കുന്നത് സംഘടനാപരമായും പാർലമെന്ററി രാഷ്ട്രീയപരമായിട്ടും ഏറെ മികവ് പുലർത്തുന്ന ഒരു പ്രവർത്തകയാണ് വീണ ജോർജ്. അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയതിൽ, പ്രത്യേക ക്ഷണിതാവാക്കിയതിൽ തെറ്റില്ല എന്നുള്ള ന്യായീകരണത്തോടു കൂടിയായിരുന്നു വീണ ജോർജിന് എതിരെയുള്ള എ പത്മകുമാറിന്റെ വിമർശനങ്ങളെ രാജു എബ്രഹാം ന്യായീകരിച്ചത്. വീണ ജോർജിന് പുകഴ്ത്തലാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു വെച്ചത് പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തന പരിചയം മാത്രമുള്ള, കേവലം കുറച്ചു നാളത്തെ പരിചയം മാത്രമുള്ള വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പ്രത്യേക ക്ഷണിതാവായി നിയമിക്കുന്നു. ഒപ്പം ഇത്രയും നാളത്തെ സംഘടനാപരമായ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള തന്നെപ്പോലെയുള്ള ആളുകളെ ഒഴിവാക്കുന്നു. അതിലെ നീതികേടാണ് എ പത്മകുമാർ ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സംസ്ഥാന കമ്മിറ്റിയിലേക്കും വിവിധ ഘടകങ്ങളിലേക്കും ആളുകളെ തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം, പരിചയം, അനുഭവ സമ്പത്ത്, പാർട്ടിക്കുള്ളിൽ പ്രവർത്തിച്ച ആ അനുഭവ സമ്പത്തും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാകുമ്പോൾ ഇത്തവണ ആ രീതിക്ക് മാറ്റം വന്നിരിക്കുന്നു. വീണ ജോർജിനെ പോലെ കേവലം കുറച്ചു നാളത്തെ പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തനം മാത്രമുള്ള ആളുകളെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുന്നു, തന്നെ പോലെയുള്ള ആളുകളെ തഴയുന്നു. ഇതിനെതിരെയായിരുന്നു എ പത്മകുമാർ പരസ്യമായിട്ടുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുകയും പിന്നീട് ആ നിലപാട് തന്നെ ഉറപ്പിച്ചു പറയുകയും ചെയ്തത്. പക്ഷേ രാജു എബ്രഹാം പറയുന്നത് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പലപ്പോഴും വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തതിനെ ന്യായീകരിക്കുമ്പോൾ അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തെ മികവ്. വീണ ജോർജ് നല്ല രീതിയിൽ മന്ത്രിതല പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ന്യായീകരണം നടത്താനായിരുന്നു ശ്രമിച്ചത്. അപ്പോഴും ഒരു ചോദ്യം ഉയർന്നു, അത് പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ലേ? എ പത്മകുമാർ പറയുന്നത് പോലെ പാർലമെന്ററി മികവ് മാത്രമല്ലേ ഈ എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ രാജു എബ്രഹാം ശ്രമിക്കുന്നത് പലപ്പോഴും? അപ്പോഴും ഈ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തന പാരമ്പര്യം വീണ ജോർജിന് എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ചോദ്യം ഉയരുമ്പോൾ അദ്ദേഹം പറയുന്നത് സംഘടനാപരമായും പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വീണ ജോർജ് പ്രവർത്തിക്കുന്നുണ്ട്, മികവ് പുലർത്തുന്നുണ്ട്. അങ്ങനെ പുകഴ്ത്തലോടുകൂടി, വീണ ജോർജിന്റെ പുകഴ്ത്തലോടുകൂടി ഈ എ പത്മകുമാർ മുന്നോട്ട് വെച്ച വീണ ജോർജിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങളെ ന്യായീകരിക്കാനുള്ള ശ്രമമായിരുന്നു രാജു എബ്രഹാം നടത്തിയത്. എന്തായാലും അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ കൂടിക്കാഴ്ച ചർച്ചകളോ ഒന്നും ആവശ്യമില്ല പാർട്ടിക്കുള്ളിൽ.
ജില്ലാ കമ്മിറ്റി പരിശോധിക്കട്ടെ, തനിക്കെതിരെ എന്ത് നടപടിയെടുത്താലും തനിക്ക് പ്രശ്നമില്ല, നടപടിയെടുക്കണം എന്ന് തന്നെയാണ് താൻ ആവശ്യപ്പെടുന്നത്. ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഏത് നടപടി ഉണ്ടായാലും പരസ്യമായിട്ടുള്ള പ്രതികരണം ഉണ്ടായതിൽ എന്ത് നടപടി സ്വീകരിച്ചാലും അത് ഉൾക്കൊള്ളാൻ താൻ തയ്യാറാണെന്ന് എ പത്മകുമാർ പറയുന്നു. എന്തായാലും പത്തനംതിട്ട CPM-നുള്ളിൽ തന്നെയും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നിലനിൽക്കുന്ന ചില ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. അത് ശബരിമല സമയം മുതൽ തന്നെ രൂപീകൃതമായ ചില പ്രശ്നങ്ങളാണ്. ശബരിമല സമയത്ത് എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എടുത്ത പല നിലപാടുകളും പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായിരുന്നു. അന്ന് മുതൽ തന്നെ പാർട്ടിക്കുള്ളിലെ ഒരു കണ്ണിൽ കരടിയായിട്ട് ഈ പത്മകുമാർ മാറിയിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പല രാഷ്ട്രീയ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ചില സ്വരങ്ങളാണ്. അങ്ങനെയൊക്കെ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ഈ ഒരു ഒഴിവാക്കൽ അത് കൃത്യമായി തന്നെ വ്യക്തിപരമായി തന്നെ ഒഴിവാക്കലാണ് എന്നുള്ള രാഷ്ട്രീയ ചിന്തകരുടെ ചില ചില അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായങ്ങളെല്ലാം കൂട്ടി വായിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പത്മകുമാറിനെ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഇത്രയും പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളെ ഒഴിവാക്കിയത് എന്നുള്ളതാണ് എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ട, അടിവരയിട്ട് വായിച്ച് ചേർക്കേണ്ട ഒരു കാര്യം. എന്തായാലും പാർട്ടി എന്ത് നടപടിയെടുത്താലും തനിക്കെതിരെ നടപടിയെടുത്താലും അത് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. വൈകാരികപരമായി തന്നെയാണ് താൻ പ്രതികരിച്ചത്. 75 വയസ്സാണ് പാർട്ടിയിലെ വിരമിക്കൽ പ്രായം. ഇപ്പോൾ തനിക്ക് 66 വയസ്സാണ് പ്രായം. 9 വർഷം മുൻപേ താൻ പാർട്ടിയിൽ നിന്ന് വിരമിച്ചു എന്ന് കണക്കാക്കിക്കൊള്ളാം. എല്ലാ സ്ഥാനമാനങ്ങളും ഒഴിയാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ഇന്നലെയും ഇന്നുമായിട്ട് പത്മകുമാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി മിഥുൻ, നിലപാടിൽ ഉറച്ച CPM നേതാവ് പത്മകുമാർ പാർട്ടി ഉന്നത ഘടകങ്ങളിലേക്ക് പരിഗണിക്കുമ്പോൾ മന്ത്രി എന്നത് മാത്രം പരിഗണനാ ഘടകമാകരുത്. വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പത്മകുമാർ മാത്രമല്ല, ഇതേ മാനസികാവസ്ഥയുള്ള മറ്റ് പലരും പാർട്ടിയിലുണ്ടെന്നും പത്മകുമാർ വ്യക്തമാക്കുകയാണ്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.